ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഞായറാഴ്ച വ്ളോഗുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ വീട് സൺഡേ ആണ്. നമ്മൾ ഉറപ്പൊക്കെ എണീറ്റു. ഒരു ഏകദേശം 8-8:15 ഉറപ്പൊക്കെ എണീറ്റു. ഇപ്പോൾ 9 മണി ആവാറായി. ഇനി രാവിലത്തെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ എനിക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറയാം. ഗസ്റ്റ് എന്ന് തന്നെ പറയാം. ഏകദേശം ഞങ്ങളിപ്പം വീട് വെച്ച് താമസമായിട്ട് ഏകദേശം 4 വർഷം ആവുന്നു കേട്ടോ. 4 വർഷമാവും. ആ 4 വർഷം കൊണ്ട് ബസ് കയറിയ ഒരു ഗസ്റ്റാണ്. ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. പാലാച്ചിന് വന്നില്ല, അതിന് ശേഷവും വന്നില്ല. പിന്നെ ഞാൻ വിളി നിർത്തി. ഇനി സ്വയം ഇങ്ങോട്ട് വരട്ടെ വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച എത്തിയ പരിപാടി കൊണ്ട് ഞാൻ അവിടെ കാണത്തില്ലല്ലോ. പിന്നെ വീക്കെൻഡല്ലേ ചേച്ചിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആ ഗസ്റ്റ് വരുന്നുണ്ട് ഗേസ്. അപ്പം നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. എന്നിട്ട് വീഡിയോ ആഡ് ചെയ്യാം. ആളിച്ചിരി ഷൈ ആണ്. അപ്പം വേറെ ആരുമില്ല, എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് ഗേസ്. എന്നെപ്പോലെ ഇരിക്കുന്നു എന്ന് ചേച്ചിയുടെ മോളുമൊക്കെ പറയണം. പക്ഷേ എന്നെപ്പോലെ ഏകദേശം കൊടുക്കണം. നമ്മൾ ഈ നെറ്റിങ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ട്രേഡ് മാർക്കാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയ ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ആ വ്ളോഗാണ്. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് റൈസും കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ചില്ലി ചിക്കൻ വയ്ക്കാം. എല്ലാം ആക്കി ഒന്ന് ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷമായ വീഡിയോ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ മസാല ഐറ്റംസ് ഇട്ട ശേഷം വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചില്ലി ചിക്കനായിട്ട് പീസ് ചെയ്ത ചിക്കനാണ്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നമ്മുടെ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഞാൻ ഇവിടെ വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് രാവിലത്തേക്ക് ഇന്ന് പുട്ടും കടലക്കറിയാണ് ഞാൻ വയ്ക്കാമെന്ന് വിചാരിച്ചത്. കുറേ നാളായി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പയർ വയ്ക്കാറുണ്ട്. കടല, ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള ഐറ്റംസ് വെച്ചിട്ടില്ല. കാപ്പി കുടി ആരുമില്ല. ഞാനും ജാനൂസ് മാത്രമേ കാപ്പി കുടിക്കുന്നുള്ളൂ. ഞങ്ങളപ്പോൾ രാവിലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കഴിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ ഒരാൾക്ക് കഴിച്ച് കടലക്കറി വയ്ക്കാം. കടലക്കറിയും പുട്ടും. കടല കഴിക്കാൻ പോലും വെച്ചില്ല. ഓക്കെ, അപ്പം പെട്ടെന്ന് അതൊക്കെ സെറ്റാക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനെല്ലാം മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് സവാള അരിഞ്ഞ് വെക്കണം. അപ്പോൾ എല്ലാ ഐറ്റംസ് ഇട്ടൊന്ന് ജസ്റ്റ് നല്ല രീതിയിൽ കുഴച്ചിട്ട് വെക്കണം. അതിന് കോൺഫ്ലവർ എന്ന് പറയുന്ന പൊടിയുണ്ടല്ലോ, നമ്മൾ കോണിൻ്റെ, അതും കൂടെ കുറച്ചിട്ടാണ് നല്ല രീതിയിൽ ഞാൻ അവിടെ വയ്ക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ശകലം വിനാഗിരി കൂടി ഒഴിക്കും കേട്ടോ, കാരണം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ അങ്ങ് സെറ്റാക്കിയ ശേഷം ഞാൻ എൻ്റെ കടലക്കറിക്കുള്ള കാര്യം പെട്ടെന്ന് സെറ്റ് ചെയ്യാനായിട്ട് കടല കഴുകി കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു 2 സവാള കൂടി ഞാനിട്ടിട്ട് അതിനകത്ത് തന്നെ പൊടിയും കാര്യങ്ങളും ഇട്ട് ഞാൻ ഫിസിലടുപ്പിച്ചെടുത്ത ശേഷം പിന്നീട് എണ്ണയും കടുവൊക്കെ വറുത്തിട്ട് കടലക്കറി സെറ്റ് ചെയ്യാണ് ഞാൻ നോർമലി ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാൻ കട്ട് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുക്കറിലായതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഡെക്കറേഷൻ വേണ്ട. ഇച്ചിരി വലുതായാലും പ്രശ്നമില്ല, നല്ല വെന്ത് ഉടഞ്ഞ് ചേർന്നോളും. അപ്പോൾ അത് പെട്ടെന്നാക്കിയിട്ട് വെള്ളവും വെച്ചിട്ട് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുട്ട വയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കടലക്കറി ആദ്യമേ അങ്ങ് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, ശകലം ഉപ്പ്, കുറച്ച് സോഡാപ്പൊടി ഇടും പെട്ടെന്ന് വേവാൻ വേണ്ടി. ഒരു നുള്ളു സോഡാപ്പൊടി ഇടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം ഗരം മസാല ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ എല്ലാം കൂടി ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിസിൽ വെക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പുട്ടിനുള്ള മാവ് നനച്ചെടുക്കാം ഗൈസ്. അരിപ്പുട്ട വയ്ക്കായിരുന്നു അല്ലേ. അപ്പോൾ അരിപ്പുട്ടിനുള്ള മാവ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിടാം. രാവിലെ എനിക്ക് അവിടെ പടപടപ്പടപടയെന്നായിരിക്കും ജോലി. പിന്നെ നമ്മൾ താമസമുണ്ടോ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എളുപ്പ വഴിയിൽ പുട്ട വയ്ക്കാനുള്ള ഒരു മാർഗ്ഗം പറഞ്ഞുതരാം ഗൈസ്. ഇതുപോലെ പൈപ്പ് തുറക്കുക, ശകല വെള്ളം ഒഴിക്കുക, നനയ്ക്കുക, പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ മാവ് നനച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വോയിസ് ദൂരോട്ടായതുകൊണ്ട് ക്ലിയർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസും ഇട്ടത്. അപ്പം അത് കുഴയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കുറേശ്ശെ ഒഴിക്കാവൂ, എല്ലാം കൂടെ എടുത്ത് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ എൻ്റെ പുട്ട് ഇവിടെ നനച്ച് തയ്യായിരിക്കുകയാണ്. നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ പുട്ട് നനയ്ക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നില്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൈപ്പിൽ എല്ലാ വെള്ളം കൂടെ തുറന്നിട്ട് കഴിഞ്ഞാൽ പുട്ട് ചിലപ്പോൾ കുഴക്കട്ടായി പോവും. കുറേശ്ശെ വെള്ളം തുറന്ന് വിട്ടിട്ട് നൈസിൽ കുഴച്ചിട്ട് അപ്പോൾ വേറെ പാത്രത്തിൽ ഇപ്പോൾ വെള്ളം എടുത്ത് കുഴക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ എവിടെ എളുപ്പ വഴി കണ്ടുപിടിക്കണം എന്നുള്ളത് ചിന്തിക്കണം. വീട്ടമ്മ എന്ന സ്ഥിതിക്ക് നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കണം ഗൈസ്. എൻ്റെ പുട്ട് ഇവിടെ റെഡിയായി. എൻ്റെ മാവ് കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു കുക്കറേ ഉള്ളൂ, ഒരടപ്പേ ഉള്ളൂ. ഒരു കുക്കറല്ല, 3 കുക്കറും ഒരടപ്പും. അപ്പം എന്തായാലും കടലക്കറി വെന്തിട്ട് എനിക്ക് പുട്ട് വയ്ക്കാൻ പറ്റുള്ളൂ ഗൈസ്. വേറെ ഒന്നുണ്ട്,
പിന്നെ അത് എടുക്കാൻ പഠിച്ചിട്ട് നമ്മൾ സ്ഥിരം എടുക്കുന്ന ഐറ്റം എടുത്ത് ശീലിച്ചു പോയി. അപ്പോൾ അതാവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ പുട്ടൊക്കെ വെച്ച് കടലക്കറിയൊക്കെ ആയിട്ട് കാണിക്കാം. എനിക്ക് കടലക്കറി ഗ്രീൻ പീസ് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഒരൊറ്റ ഐറ്റം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. അതാണ്ട് ഇതുപോലെ കുക്കറിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ എടുത്തൊഴിക്കും ഗൈസ്. കണ്ടില്ലേ എൻ്റെ അവസ്ഥ? എനിക്ക് വയ്യ. ഇത് കാണുമ്പോഴാണ് ഞാൻ ഈ സാധാരണയായിട്ട്. പക്ഷെ വെള്ളം കുറച്ച് വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. പക്ഷെ വെള്ളം കുറച്ച് വെച്ചാൽ എനിക്ക് പൊങ്ങി മേളി വരും. ഇനി വൃത്തിയാക്കാം. അതിൽ കടലക്കറി ഇറക്കി അതിൽ കുറച്ച് പട്ടയും ഗ്രാമ്പൂ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതാക്കി കേട്ടോ. കടു വറുത്തു, അതിലേക്ക് ഒഴിച്ചു. ഇനി അതിനകത്തേക്ക് നമ്മൾ ഞാൻ ഈ മാറ്റി വെച്ചേക്കുന്ന കടല ഒന്ന് അരച്ച് ചേർക്കും കേട്ടോ. കറിക്കൊരു തിക്കായിട്ട് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ എൻ്റെ കടലക്കറി റെഡിയാവും. സമയം കൊണ്ട് ഞാൻ കട്ടനുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പുട്ട് വയ്ക്കണം. ഇനി ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കണം ഗൈസ്. എന്നിട്ട് വേണം പുട്ട് വയ്ക്കാൻ. അപ്പോൾ പുട്ട വെച്ചിട്ട് കാണാം. പുട്ട് ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ്. ആവി പറക്കുന്നത് കണ്ടോ? കടലക്കറി ഒഴിക്കാം. പുട്ടങ്ങോട്ട് പൊട്ടിച്ചിട്ടാലൊരു ഇങ്ങനെ ഒരു കടലക്കറി കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ഒരു കട്ടനും കൂടെ. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം. ട്യൂഷന് കൊണ്ട് കാര്യം കൊണ്ട് ബാഗ് എടുത്ത് ട്യൂഷൻ പോയി 2 മണിക്ക് കഴിഞ്ഞു ട്യൂഷൻ പോയിട്ടാ. അങ്ങനെ വെയിലല്ലേ? ഓ ബീച്ചില് ഐ ലവ് ഗോവ. ഗോവയിൽ പോണ്ടേ? ഓ പോവും. ഇനി നമ്മൾ പോവും. എല്ലാം അവിടെ കളഞ്ഞിട്ട് വരണം. റബ്ബർ കട്ട, പെൻസില് എല്ലാം. ഈ വയറിന് താഴോട്ട് കാണണം, കാലിൻ്റെ മുട്ടിന് താഴോട്ട് കാണണം. മുട്ടിന് താഴോട്ട് പിന്നെ കാണിച്ചു ആഴ്ച കൊടുത്തു. ഈ 16 റബ്ബർ കട്ടയും സ്കെയിലും പെൻസിലും. പറ പോയിട്ട് വരുമ്പോൾ അമ്മ ചോറ് വെച്ച് വെച്ചേക്കാം കേട്ടാ മുത്തോ. ശരി. വെയില്. ഡോറാ ബുജി ബാഗ് തൂക്കി പോകണം ധ്യാനം. ചോറൊന്ന് അടിച്ചിടറാ. അതിനൊക്കെ എന്ത്? ടാറ്റാ, ബൈ ബൈ, സീ യു. പോയിട്ട് വരുമോ? പഠിച്ചിട്ട് വരണേ നല്ലല്ലേ? അങ്ങനെ ട്യൂഷന് പോയി ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ചിക്കൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷാലോ ഫ്രൈ കേട്ടോ. അത് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ചോറ് പിന്നീട് സമയമാകുമ്പോൾ വെച്ചാൽ മതിയല്ലോ. ചോറൊക്കെ വയ്ക്കാതിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും മറന്നു ഗൈസ്. അപ്പോൾ ഞാൻ ചില്ലിക്കുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞ് എണ്ണ വെച്ച് ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇട്ടാണ്. പക്ഷെ നമ്മുടെ ക്യാപ്സിക്കം ഒന്നും ഇല്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് നമുക്ക് ചില്ലി ഉണ്ടാക്കാം. ചില്ലിക്കുള്ള ഉള്ളി ഇങ്ങോട്ട് കാണിക്കുമോ ക്യാമറ? നല്ലത് വാടിയിട്ടുണ്ട്. അറിയാമല്ലോ, ചില്ലിക്ക് നമുക്ക് ഇത്രയൊക്കെ വാടിയാൽ മതി. അതിന് വേണ്ട പൊടികൾ ഐറ്റംസ് ഇടുക. കുറച്ച് കുരുമുളക് തീർന്നു ഇത് പൊടിക്കണം. ഇനി ഇതിന് പൊടിക്കാൻ വയ്യ ഉള്ളതുകൊണ്ട് വൃത്തിപ്പെടാം. ഇനി കുറച്ച് ടൊമാറ്റോ സോസ്, എൻ്റേതായ ചില്ലി ചിക്കൻ കേട്ടോ. അത് ക്യാപ്സിക്കം ഒന്നുമില്ല. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക. കുറച്ച് ഇളക്കി ചേർക്കാൻ മതി. പിന്നെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനം എന്തെങ്കിലും സോയാ സോസ്. കുറച്ച് സോയാ സോസ് ഒഴിയണം കേട്ടോ.
വേണ്ടത്? ഉപ്പ് ഞാൻ ശകലം ചേർത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈ ഐറ്റം കാണിച്ചോളൂ. ഇത് നമ്മുടെ കോൺഫ്ലവർ എന്നല്ലേ, കോൺഫ്ലവർ മിക്സ് ചെയ്ത വെള്ളം ഒഴിക്കുക. അത് നല്ല തിക്കാവും കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടാകുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുന്ന. നാച്ചുറൽ മൂക്ക് കറി, നമ്മൾ മൂക്ക് പറയുക. ആക്ഷൻ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മൂക്ക് കറി മനുഷ്യരാണ്. അവിടെ എന്തൊക്കെ മറച്ചിരുന്നില്ലയോ. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നു കേട്ടോ. മൂന്ന് നേരം ഇതിട്ട് കൊടുക്കണം നമ്മുടെ ചിക്കൻ. നിങ്ങളെ പോലെ ഐഫോണൊന്നുമില്ല, അതുകൊണ്ട് ചിക്കൻ കേട്ടോ. നമ്മൾ പാത്രത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആള് വരും. കാണണമെങ്കിൽ അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ഐറ്റംസ് സോസ് വേണമെങ്കിൽ സോസ് ഒഴിക്കാം. എന്ത് വേണം നമുക്ക് അഡീഷണൽ ചേർക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ് ചില്ലി. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ മടിയായിട്ട് തോന്നുന്നത് നമുക്ക് ഉണ്ടാക്കും. ചില്ലി ചിക്കൻ കുറച്ച് റൈസും കൂടെ ആയാൽ ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യം കുശാൽ. ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞ ആൾ നിങ്ങൾക്ക് വരാമെന്നാണെന്ന് എനിക്ക് അറിയത്തില്ല. അവസാനം ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വരും. കുഴപ്പമില്ല, ഞായറാഴ്ചയാണ് നമ്മളിത് തിന്നതായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, ഉള്ളിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി കുറച്ച് നേരം ഒന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ചൂടുവെള്ളം ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് അത്യാവശ്യം ഉണ്ട്, ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം. ഉപ്പ് നോക്കിയില്ല ഗൈസ്, ഉപ്പെല്ലാം ഉണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. കട്ട്. അപ്പോൾ എൻ്റെ ചില്ലി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ചില്ലി ചിക്കൻ. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ആണ്ടി രാവണിക്ക് പട്ടിയെ കുളിപ്പിക്കാറില്ല. ഇറങ്ങിയാൽ പിന്നെ ആ പട്ടിയുടെ അവസ്ഥ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അതിനെ നിർത്തി തൊലി വിരിച്ച് കുളിപ്പിക്കാന്ന് കേട്ടിക്കരുതാണ് ആ കുളിപ്പ്. മസാജും കഴിയുമ്പോൾ ദിയോരെ ഒരു നെടുവീർപ്പുണ്ട്. കുളിപ്പിക്കാതിരിക്കുന്നതിന് അവർ നല്ല മനസ്സിൽ ചിന്തിക്കും. കുളിപ്പിക്കാൻ പറഞ്ഞാൽ അതിനെ തൊലി വിരിപ്പിച്ച് കുളിപ്പിച്ചിട്ട് അതിനെ ഇനി അതിൻ്റെ ഒരു അവസാനം ഒരു നെടുവീർപ്പിടുന്നു നോക്കിക്കോണത്. കഷ്ട കൈയൊക്കെ പൊക്കിക്കൊള്ളു. ആ പൂടേനെ പച്ചപ്പ് ഒളി തിന്നണമെങ്കിൽ എങ്ങോട്ട് പോകണ്ട അതിൻ്റെ. ലിയോ കഷ്ടാ. അങ്ങനെ തന്നെയാണ്. പക്ഷേ വീഴാൻ എന്തെങ്കിലും തേച്ച് പഠിച്ചേക്കതിനകത്ത്. ലിയോ മതിയാക്കാനാ. കുളിക്കാൻ തന്നെ ആ പട്ടി വെറുത്തു. വെള്ളം തുടങ്ങുമ്പോൾ കയറി ഒരു പണ്ടേ നിൽക്കുകയും ചെയ്യും. ഇനി അതൊന്നും ചെയ്യൂല. ഞാൻ കുളിപ്പിക്കാൻ അവൻ എന്ത് സന്തോഷത്തോടെ നിൽക്കുമെന്ന് അറിയാമോ? ലിയോ നോക്കണ കൂടിയില്ല, വയ്യ വരും. ജീവിതം അടുത്തായി. മുള്ളം പന്തി കണക്കിനൊക്കെയാണ്. അയ്യോ ഇതെന്തിരു. ഹലോ, അപ്പം ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. സുന്ദരിയെ പൊട്ടക്കല്ലേ. അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ടും മോളും കൂടെയാണ് വന്നത്. അപ്പോൾ അവരുടെ കൂടെ നമ്മളിവിടെ തൊട്ടപ്പുറത്താണ് അവരുടെ കൂടെ പഠിച്ച ചേച്ചിയുടെ വീട്. അപ്പം സർപ്രൈസായിട്ട് ഇവിടെ വന്നിട്ട് അങ്ങോട്ടൂടെ പോയിരിക്കുകയാണ്. അപ്പോൾ വന്നപ്പോൾ ഫുഡൊക്കെ വാങ്ങി ഫുഡ് വാങ്ങിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതായത് ഫുഡൊക്കെ വാങ്ങി, മന്തിയൊക്കെ വാങ്ങിയാണ് വന്നത്. അനിയത്തിയെ ഭയങ്കര വിശ്വാസമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഫുഡൊന്നും കിട്ടുമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ വാങ്ങി വന്നു. ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് ഫുഡൊക്കെ വാങ്ങിക്കോട്ട് വന്ന് കറിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഗസ്. അപ്പോൾ അവർ പോയിട്ട് ഇപ്പോൾ വരും. നമ്മുടെ ചോറ് അവിടെ സെറ്റായിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാണുന്ന വീടാണ് അവർ ഫ്രണ്ട്സ് അല്ല, ഫ്രണ്ട്. നമ്മളിവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. അപ്പം ഇതുവഴി ഇറങ്ങി പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരട്ടെ. നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മുടെ മുത്തേ, നീ പഠിച്ച് ക്ഷീണിച്ച് വന്നോടി. ഉറക്കം എണീച്ചാലും ഉറങ്ങുന്നവരെ ഈ ഒരു വാക്ക് എടുക്കുക. അമ്മ വിശക്കണ്. കൊച്ചിന് അമ്മ ഹൗസ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുത്തേ ക്ഷീണിച്ചു പോയാടി പഠിച്ച്. എന്തിനാണോ എന്തോ കൊണ്ടുപോയൊക്കെ തിരിച്ചോട്ട് വന്നാ. അതെന്തോ ഇതൊക്കെ എവിടെ വന്നു?
ഫോട്ടോ കണ്ട് നോക്കണത്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ താഴെ നിന്ന് കയറി വന്നില്ല കേട്ടോ. ഫ്രണ്ട്സിനെ കണ്ട ഇതിൽ സംസാരിച്ചും പറഞ്ഞിരിക്കുകയാണെങ്കിൽ മനസ്സിലായി ഞാൻ പോയി വിളിച്ചിട്ട് വരാം, അതേ പറ്റുള്ളൂ. എന്നുകൊണ്ട് ഞാൻ പോയാണ് വിളിച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് വന്നിട്ട് ഫോട്ടോ എടുത്ത ഫോട്ടോ എനിക്ക് കിട്ടിയുള്ളൂ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവർ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകേണ്ട അവസ്ഥയായി പോയി. അങ്ങനെ എന്തായാലും പോയി അവർ വന്നിട്ടൊക്കെ. അപ്പോൾ ഇനി ഒരു ദിവസം കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിശദമായിട്ട് വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ നമുക്ക് വൈകുന്നേരം വയലിൻ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.